കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ അവിടെ നമ്മളെ കാത്തിരിക്കുന്നതെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജയായിരുന്നു, അതിൻ്റെയൊക്കെ തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഇനി പ്രത്യേകമായിട്ട് 3:30 തുറക്കും. അവധി ദിവസമൊന്നുമല്ല, പക്ഷേ ഇന്ന് ഉദയാസ്തമന പൂജക്കാരുടെ കാഴ്ച ശീവേലിയുണ്ട്. അത് കാരണം വൈകുന്നേരത്തെ ദർശനം 3:30 അപ്പോൾ അങ്ങനെ ഭക്തജനങ്ങൾക്ക് അതൊരു ഉപകാരമായ കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്ത് വരാം. അങ്ങനെ വന്ന് അത്തിവര ഗണപതിയെ ഒന്ന് കണ്ടു തൊഴാം. അതിനുശേഷം നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ നമ്മൾ ആ കൊടിമരം കാണും, അതേപോലെ തന്നെ ആ വലിയ ബലിക്കല്ല് കാണും. പിന്നീട് മുകളിലേക്ക് നോക്കിയാൽ കേശവൻ്റെ 2 കൊമ്പുകൾ, അതിൻ്റെ നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവി, അവരെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ അങ്ങനെ വരണു. അങ്ങനെ വന്ന് ആ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക, വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് തൊഴാം. പിന്നെ നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണ്. അപ്പോൾ കാണുന്ന കാഴ്ച വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അങ്ങനെ എന്താ വെച്ചാൽ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽവളകൾ കാണാണ്ട്, അതേപോലെ അങ്ങനെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദാമോദര സ്വരൂപത്തിലാണ് കാണുന്നത് കേട്ടോ. ഉരലിൽ കെട്ടിയിട്ടുണ്ട്, ഉരലിൽ കെട്ടിയ ബാലനായിട്ട് ആണ് ഇന്നത്തെ കാഴ്ച. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഓടക്കുഴലുണ്ട്, ഓടക്കുഴൽ കയ്യിലുണ്ട്. അങ്ങനെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളയം പോലത്തെ മാല, പതക്കം പോലത്തെ മാല, ഒരു മുല്ലമുട്ടുമാല, അതേപോലെ വെളുത്ത പൂവും തുളസിയും തെച്ചിയായിട്ടുള്ള തിരുമുടി മാലകളാണ് 2 അതേപോലെ തന്നെ വലിയ നല്ല കട്ടിയുള്ള 2 ഉണ്ടമാലകളാണ്. അതും എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവിനാണ് കൂടുതൽ, പിന്നെ കുറച്ച് തെച്ചി, കുറച്ച് തുളസി, അങ്ങനെ. അപ്പോൾ ആ ഉരലിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ആ പീലിയൊക്കെ ഇങ്ങനെ 3 കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. വളരെ നല്ല രസമായിട്ടുള്ള കാഴ്ച. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുതോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥിക്കാൻ പറഞ്ഞോളൂ ആൾക്കാരൊക്കെ, പ്രധാനപ്പെട്ട ആളുകളൊക്കെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് തൊഴുത് ഇറങ്ങി നേരെ നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. പിന്നീട് ആ തിടപ്പള്ളി നോക്കി തൊഴാം. അതേപോലെ തന്നെ ആലിലെ കണ്ണനെയും കണ്ട് തൊഴുത് സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് നമുക്ക് ഗണേശൻ്റെ അടുത്തേക്ക് വരാം. അവിടെ ഒന്നും വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ ഗണേശനെ നോക്കുമ്പോൾ ഒന്ന് ചുവന്നിട്ടാണ്, ആകെ ചുവപ്പിലാണ് ഗണേശൻ നിൽക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. ചുവന്ന വട്ടുടയാട, ചുവന്ന മേൽക്കച്ച, എല്ലാം ചുവപ്പിലാണ്. നല്ല രസമായിട്ടുള്ള ആ കാഴ്ച. അങ്ങോട്ട് ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ, ഗണേശൻ്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ ആകെ ചുവന്ന് കുളിച്ചിട്ടാണ്. അപ്പോൾ നല്ല രസമാണ് കാഴ്ച, ഉദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗണേശനെ പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവിയുടെ അറയിലേക്ക് നോക്കുക. അപ്പോൾ 2 ഫോട്ടോസ് ഉണ്ട്, പുതിയ ഫോട്ടോയും പഴയ ഫോട്ടോ ഉണ്ട്. 2നും മാലകൾ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ സരസ്വതി ദേവിനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വന്ന് നമ്മൾ നേരെ ചെറിയ ഗണേശനെ കണ്ടു തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അങ്ങനെ മേൽശാന്തിര അവിടെ വരിക. മേൽശാന്തിര അവിടെ വരുമ്പോൾ ഒന്ന് കൊച്ചോദിക്കനാണ്. അപ്പോൾ അവിടെ വന്നിട്ട് അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങാം. അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് വാമനരൂപത്തെയും അതേപോലെ ഗജേന്ദ്രമോക്ഷത്തെയൊക്കെ കണ്ടു തൊഴുത്, ഗരുഡനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ടു തൊഴുത് നമുക്ക് അനന്തശായിയായ അനന്തപത്മനാഭനെ കാണാം. അവിടെ വരുമ്പോൾ എന്താ വെച്ചാൽ നിറയെ മുല്ലമുട്ടുമാലയും തുളസിമാലയാണ്. അങ്ങനെ അവിടെ വന്ന് പ്രാർത്ഥിച്ച് പിന്നെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ തൊഴുത് വരുമ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ 2 തുളസിമാല ഉണ്ട്. പിന്നെ മുരുകൻ്റെ അവിടുത്തെ കുറച്ച് എന്താ പറയുക ഭസ്മങ്ങൾ, അതേപോലെ ഹനുമാൻ്റെ അടുത്ത് വരുമ്പോൾ കുറച്ച് കുങ്കുമമുണ്ട്, ഒരു വെറ്റിലമാലയുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ.
ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദൻ്റെ രൂപവും ആ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. അതിന് ശേഷം ആ താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നീട് മണിക്കിണറും നൃത്താറയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. അങ്ങനെ വന്ന് നമ്മൾ കുറൂരമ്മേനെയും നാരദരെയും അതേപോലെ മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് തൊഴുത് വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. അങ്ങനെ അവിടുന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് ദേവിയുടെ അടുത്തേക്ക് വരികയാണ്. അവിടെയും തിരക്കൊന്നുമില്ല, സുഖമായിട്ടുള്ള ദർശനം. മുകളിൽ ഗോളകയാണ്, പക്ഷേ ബാക്കി ഗോളകയാച്ചാലും പോലെ സർവാഭരണ വിഭൂഷിതയായിട്ടാണ് അമ്മ കാത്തിരിക്കുന്നത്. പച്ചക്കല്ല് വെച്ച മാല, ചുവന്ന കല്ല് വെച്ച മാല, പച്ചക്കല്ല്, വലിയ പച്ചക്കല്ല് വെച്ച മാല, അതൊക്കെ അണിഞ്ഞിങ്ങനെ എന്തൊരു രസമായിട്ട് വെച്ചിട്ടാണ്. ഭയങ്കര സ്ത്രീ ആയിട്ടാണ് ആ മുഖശ്രീ തന്നെ, വളരെ മനോഹരമായിട്ട്. ഇങ്ങനെ ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക. അതിന് ശേഷം അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ എത്തിയിട്ട് വീണ്ടും നമുക്ക് ആ ദാമോദര സ്വരൂപത്തെ ഒന്നുകൂടി കാണാം. അവിടുന്ന് നമസ്കരിച്ച് കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് പേടാവിളക്ക് കണ്ട് നമസ്കരിക്കാം. പിന്നെ അയ്യപ്പൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവിടെ ഇന്ന് മുഖത്തൊന്നും മുഴുവൻ ചന്ദനം ചാർത്തിയിട്ടില്ല, എന്നാലും വളരെ മനോഹരമായിട്ട് ആ താഴത്ത് വാവ് കൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ചുവന്ന പട്ടിങ്ങനെ ഉടുപ്പിച്ചിട്ടുണ്ട്. കിരീടം ഒന്നുമില്ല. അങ്ങനെ നല്ല രസമായിട്ടാണ്, നിറയെ പൂക്കളുമുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അതിന് ശേഷം അവിടുന്ന് ഇങ്ങനെ വന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ടു തൊഴാം. ആ ഗരുഡധ്വജനെയും കണ്ടു തൊഴുത് നമ്മൾ നേരെ രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോരാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ നടുക്കുള്ള കാളിയമർദ്ദൻ്റെ രൂപത്തെ ഒന്നുകൂടി കണ്ടു തൊഴാം. പിന്നെ ആ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമുള്ള നാരായണാലയത്തിൽ പോയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കാം, തൊഴുത് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ ഭഗവതിയുടെ അടുത്തേക്ക് വീണ്ടും വന്ന് പിന്നെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ ശ്രീരകത്തേക്ക് ഒന്നുകൂടി നോക്കി തൊഴുത് നമ്മൾ നേരെ കൂവളത്തിൻ്റെ അടുത്ത് വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീ ദേവീനെയും ഒക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അങ്ങനെ പ്രദക്ഷിണം കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. അതേപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും അനുഗ്രഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഏറ്റവും കൂടുതൽ ആ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്ന അമ്മയ്ക്കും മകനും ദീർഘായുസ്സ് ഉണ്ടാവാനും ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കി കൊടുക്കാനും ഗുരുവായൂരപ്പൻ കാക്കട്ടെ. അതുപോലെ നമ്മൾ പറഞ്ഞ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.